നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൈക്കുഞ്ഞുമായ ഒരു പ്രതിഷേധം. പ്രസവത്തിനെത്തിയ യുവതി അണുബാധയെ തുടർന്ന് മരിച്ച സംഭവത്തിൽ അതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഉറ്റവർ കൈക്കുഞ്ഞുമായിട്ട് SIT ആശുപത്രിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ചികിത്സാ പിഴവെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഈ സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ വന്നിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദുവും ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുജയുമാണ് സംഭവത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നടത്തിയത്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ വിഷമമുണ്ട്. ലേബർ റൂം അണുവിമുക്തമായിരുന്നു. വീട്ടിൽ പോയ ശേഷമാണ് യുവതി ഛർദിയുമായി വന്നത്. അണുബാധ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രസവ സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും അണുബാധ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പനിയില്ലായിരുന്നു. അണുബാധ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അതേ ദിവസം ചികിത്സയിലുള്ള ആർക്കും അണുബാധ ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ എത്തുമ്പോൾ യുവതിയുടെ തുന്നൽ ഇളകിയ നിലയിലായിരുന്നു. മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്നാണോ അണുബാധ ഉണ്ടായത് എന്ന് പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ വിശദീകരിച്ചിരിക്കുകയാണ്. കരിക്കകം സ്വദേശിയായ ശിവപ്രിയയാണ് മരിച്ചത്. 22-ാം തീയതിയായിരുന്നു ശിവപ്രിയയുടെ പ്രസവം. 25-ന് ആശുപത്രി വിട്ടു. 26-ന് പനിയുണ്ടായി. ഇതോടെ ആശുപത്രിയിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യനില വഷളായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ബ്ലഡ് കൾച്ചറിൽ ഇൻഫെക്ഷൻ എന്ന് കണ്ടെത്തി. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് ശിവപ്രിയയുടെ മരണമുണ്ടായത്. 25-ാം തീയതി ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ശിവപ്രിയയ്ക്ക് പനി വന്നതെന്നാണ് ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. 26-ാം തീയതി വീണ്ടും ഹോസ്പിറ്റലിലെത്തി. സ്റ്റിച്ചിൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണെന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ ബ്ലഡിൽ പടർന്നെന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. ലങ്സിൽ നീർക്കെട്ടായി. ഇതേ തുടർന്ന് ചേച്ചിയെ വെന്റിലേറ്ററിലേക്ക് ആക്കണമെന്ന് പറഞ്ഞുവെന്നും സഹോദരൻ പ്രതികരിച്ചു. 9 ദിവസം ശിവപ്രിയ വെന്റിലേറ്ററിലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 2 ദിവസം മുൻപ് അവരെ കണ്ണ് തുറക്കാമായിരുന്നു. ട്രക്കോസ്മി ചെയ്തതിനു ശേഷം ചേച്ചി ഉണർന്നിട്ടില്ല എന്നും സഹോദരൻ വേദനയോടെ പറയുന്നു. എന്താണെന്ന് അറിയില്ല. സാമ്പിൾ റിസൾട്ടിലെ ബാക്ടീരിയ ഹോസ്പിറ്റലിൽ നിന്നാണ് പിടിപെടുന്നതെന്നാണ് അറിഞ്ഞത്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. യൂസ്ഡ് ബ്ലഡോ യൂസ്ഡ് ഗ്ലൗസോ ഉപയോഗിക്കുന്നതിലൂടെ വരാനും ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഒന്നുകിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയതാകാമെന്ന്. സഹോദരൻ ഇത് വേദനയോടെയാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത്. 2 കുട്ടികളുണ്ട് ശിവപ്രിയയ്ക്ക്. മൂത്ത കുട്ടിക്ക് 2.5 വയസ്സാണ്. ഇളയ കുഞ്ഞ് 1 ദിവസം മാത്രമാണ് അമ്മയ്ക്ക് കഴിഞ്ഞതെന്നും സഹോദരൻ വേദനയോടെ കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തു നിന്നുള്ള വിദഗ്ധരായിരിക്കും പരാതി അന്വേഷിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ, ഇൻഫെക്ഷൻ ഡിസീസ്, ഗൈനക്കോളജി വിഭാഗം മേധാവിമാരെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തും. ഡെർമറ്റോളജി വകുപ്പ് മേധാവിയും അന്വേഷണ സംഘത്തിലുണ്ടാകും. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. തുടർച്ചയായ ചികിത്സാ പിഴവ് ആരോപണങ്ങളിൽ കടുത്ത നാണക്കേടുണ്ടായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്. ആരോഗ്യവകുപ്പ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചുള്ള അന്വേഷണത്തിലേക്ക് എന്തായാലും ഇപ്പോൾ കടക്കുകയാണ്. മതിയായ ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്ന രോഗി മരിച്ചതിന്റെ കോലാഹലം അല്ലെങ്കിൽ ആ ഒരു ആരോപണം, ആ വേണു അദ്ദേഹം തന്നെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, തനിക്ക് മതിയായ ചികിത്സ കിട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അതിന്റെ ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കവെയാണ് വീണ്ടും SIT ആശുപത്രിക്കെതിരെ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി രംഗത്ത് വന്നത്. തിരുവനന്തപുരം കരിക്കകം ശാന്ത നിവാസിൽ മനുവിന്റെ ഭാര്യ ശിവപ്രിയയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 22-നാണ് ശിവപ്രിയ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് തന്നെ പ്രസവിച്ചു. 3 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ്. അപ്പോൾ പനിയുണ്ടായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ കാരണമാണ് ശിവപ്രിയയ്ക്ക് അണുബാധ ഉണ്ടായത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടുകാർ നന്നായി രോഗിയെ ശ്രദ്ധിക്കാത്തതാണ് മരണകാരണമെന്ന് ഡോക്ടർമാരും കുറ്റപ്പെടുത്തുന്നു. ഓരോ ദിവസവും നില വഷളായെന്ന് ബന്ധുക്കൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും പനി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഓരോ ദിവസവും നില വഷളാവുകയായിരുന്നുവെന്നും ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നു. 26-ാം തീയതി വീണ്ടും SITയിൽ കൊണ്ടുവരുമ്പോൾ ആശുപത്രി നടയിൽ വെച്ച് ബോധക്ഷയം വരികയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഉള്ളു പരിശോധിച്ച ശേഷം സ്റ്റിച്ച് പൊട്ടി. ഇൻഫെക്ഷൻ ഉണ്ടായി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് ശിവപ്രിയയുടെ ഭർത്താവ് മനു പ്രതികരിച്ചത്. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ കൗണ്ട് കുറവായതിനാൽ ഡെങ്കിപ്പനിയാണെന്ന് പറയുകയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. തലകറക്കം വന്നതിന് ശേഷം തന്നെ വിളിച്ചു കാണിച്ചു, സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഓരോ ദിവസവും വയ്യാതായി. പിന്നെ വെന്റിലേറ്ററിലായി. കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിനായി ട്യൂബ് ഇട്ടു. അതിനുശേഷം കണ്ണ് തുറന്നിട്ടില്ല. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് ഡോക്ടർ പറയുന്നത്. അണുബാധ ഏറ്റിരിക്കുന്ന ബാക്ടീരിയ ആശുപത്രി മുഖേന മാത്രം ഉണ്ടാകുന്നതാണ്. അതിന്റെ റിപ്പോർട്ട് അടക്കം കയ്യിലുണ്ടെന്നും ഭർത്താവ് പ്രതികരിക്കുകയുണ്ടായി. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചത് ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം SIT ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമുണ്ടായി.
അണുബാധ ലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണിച്ചിരുന്നില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുജയും അറിയിച്ചത്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ വിഷമമുണ്ടെന്നും ലേബർ റൂം അണുവിമുക്തമായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും കൈക്കുഞ്ഞുമായിട്ടാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ശിവപ്രിയയുടെ മൂത്ത കുട്ടി 2.5 വയസ്സുള്ള ശിവനേത്രയുമായും ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ ഇന്നലെ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് അവർ അറിയിച്ചതോടെ സമരം മണിക്കൂറുകൾ നീണ്ടു. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJP ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ബന്ധുക്കളുമായി ആശുപത്രി സൂപ്രണ്ട് നടത്തിയ ചർച്ചയിൽ RDOയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താമെന്നും വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്നുമുള്ള ഉറപ്പിലാണ് ഉച്ചയ്ക്ക് 12-ന് ആരംഭിച്ച പ്രതിഷേധം രാത്രി 7 മണിയോടെ അവസാനിപ്പിച്ചത്. സംഭവത്തിൽ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അതിദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് ബന്ധുക്കൾക്കും രോഗിയെ പരിചരിക്കുന്നതിൽ ബന്ധുക്കൾക്ക് വീഴ്ച പറ്റിയെന്ന് ആശുപത്രി അധികൃതരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി നിൽക്കുകയാണ്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, എന്താണ് ശിവപ്രിയയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ ദയനീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.